ഹിയല്ലത്തി തഖുദു മിൻ ശഅരി ഹാജിബി ഗൈരിഹ, മറ്റുള്ളവരുടെ പുരികത്തിലെ രോമ എടുക്കുക, വതുറഖിഖുഹു, അതിനെ നേർമയാക്കുക, ലിയസീറ ഹസനൻ, സൗന്ദര്യമുണ്ടാകാൻ വേണ്ടി, ഭംഗി ഉണ്ടാകാൻ വേണ്ടി. അപ്പം പുരികത്തിലെ രോമങ്ങളെ എടുത്ത് അതിനെ നേർമയാക്കി എന്ത് ചെയ്യുക, സൗന്ദര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കുന്നവൾ, പ്ലക്ക് ചെയ്തു കൊടുക്കുന്നവൾ, അവളാണ് നാമിസത്ത്. അവളെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. ശറഹ് മുസ്ലിമിലുണ്ട്, അല്ലത്തി തുസീലു ശഅറ മിനൽ വജ്ഹി. നാമിസത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തിലെ രോമങ്ങൾ നീക്കുന്നവളാണ് എന്ന് ശറഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. മുഖത്തെ രോമം പുരുകവും പെടും, അല്ലാത്ത രോമങ്ങളും പെടും. മുഖത്തെ രോമങ്ങളെ നീക്കുന്നവളാണ് ഈ നാമിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശപിച്ച വിഭാഗം. വഹാദൽ ഫിഅലു, ഈ പ്രവൃത്തി, ഈ പ്ലക്ക് ചെയ്യല് ഹറാമുൻ, ഹറാമാണ്. ഈ രോമങ്ങൾ, മുഖത്തെ രോമങ്ങൾ നീക്കലൊക്കെ ഹറാമാണ്. ഇല്ലാ ഇദാ നബത്തലിൽ മർഅത്തി ലഹിയത്തുൻ ഔ ശവാരി. എന്നാൽ ഒരു സ്ത്രീക്ക് അവൾക്ക് താടി മുളച്ചു, താടി രോമം, അല്ലെങ്കിൽ മീശ മുളച്ചു, അത് മുഖത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ. എന്നാൽ ഫല യഹ്റും ഇസാലത്തുഹ, അത് നീക്കൽ ഹറാമില്ല. മുഖത്തിലെ രോമങ്ങളിൽ പുരികവും പെടും, മീശയും പെടും, താടിയും പെടും. പക്ഷേ പുരികം അത് ഹറാമാണ് നമ്മൾ പറഞ്ഞു. പുരികത്തിലെ അതിന്റെ രോമങ്ങളൊക്കെ നീക്കി അതിനെ നേർമയാക്കി സൗന്ദര്യത്തിന് വേണ്ടി പ്ലക്ക് ചെയ്യല് ഹറാമാണെന്ന് നമ്മൾ പറഞ്ഞു. താടിയും അതുപോലെ തന്നെ മീശയുമുള്ള സ്ത്രീകൾ കാണും, അത് നീക്കൽ ഹറാമില്ല. പിന്നെ ഇവിടെ ഹദീസിൽ നിരോധിച്ചതോ വന്നഹിയു ഇന്നമാ ഹുവ ഫിൽ ഹവാജിബ്, പുരികങ്ങളെ സംബന്ധിച്ചാണ്. പുരികങ്ങളിലെ ആ രോമം നീക്കി സൗന്ദര്യത്തിന് വേണ്ടി നേർമയാക്കുന്നതിനെ കുറിച്ചാണ് അതാണ് നിരോധിച്ചത്. അതുപോലെ വമാഫി അത്റാഫിൽ വജി, മറ്റ് മുഖത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള താടിയും മീശയും അല്ലാത്ത മറ്റ് ഭാഗങ്ങളിലുള്ള രോമങ്ങളെ ആണ് നീക്കുന്നതിനെയാണ് നിരോധിച്ചത്.